ശരിക്കും വാസ്തവത്തിൽ ഈ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു വേൾഡ് ഓർഡർ ഉണ്ട്. ആ വേൾഡ് ഓർഡറാണ് ശരിക്കും ഇസ്രായേലിനെ സ്ഥാപിച്ചത്. ഇപ്പൊ ഇസ്രായേലിന്റെ ഒരു സ്ഥാപനവും അതിനെ പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഒരു 51ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ലിറ്ററലി അങ്ങനെ തന്നെയാണ് ശരിക്കും. അതായത് അവിടുത്തെ മൊത്തം പൊളിറ്റീഷ്യൻസ്, അത് റിപ്പബ്ലിക്കൻസ് ആകട്ടെ ഡെമോക്രാറ്റ്സ് ആകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലനിൽപ്പും അവരുടെ അതായത് അവർ തന്നെ പറയുന്ന അമേരിക്കൻ വാല്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള, അതിനെ കടത്തിവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഹബ്ബ്. ഈ ഒരു വേൾഡ് ഓർഡറിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതല്ലാത്തൊരു മറ്റൊരു വഴി അറബ് രാജ്യങ്ങൾക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. അമേരിക്കയുടെ സപ്പോർട്ടും അവരുടെ ഒരു ഗോ ഹെഡും ഗ്രീൻ സിഗ്നലും കിട്ടാതെ അവർക്കൊരു നിലപാടുകളും ഇപ്പൊ ഈ സന്ദർഭത്തിൽ എടുക്കാൻ സാധ്യമല്ല എന്നുള്ളത്. പക്ഷേ ആ വേൾഡ് ഓർഡർ പതുക്കെ തകർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.